നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ദുബൈയിലെ മറ്റൊരു വിസ്മയ കാഴ്ചയെ പറ്റിയിട്ടാണ്. വേറൊന്നുമല്ല, ദുബൈ ഫ്രെയിമിനെ പറ്റിയാണ്. പലർക്കും അറിയാവുന്ന കാര്യമാണ്. ദുബൈ ഫ്രെയിം സ്ഥിതി ചെയ്യുന്നത് കരാമയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫ്രെയിമാണ്. 150 മീറ്ററാണ് ഇതിൻ്റെ ഉയരം ഉള്ളത്. ഇവിടത്തേക്കുള്ള പ്രവേശനം കുട്ടികൾക്ക് 21 ദിറംസും മുതിർന്നവർക്ക് 52 ദിറംസും ആണ് ഇവിടത്തേക്കുള്ള പ്രവേശനം ഉള്ളത്. ഈ പൈസ അടച്ചാൽ മാത്രമേ നമുക്ക് ഉള്ളിൽ കയറിയിട്ട് ഇതിൻ്റെ കാഴ്ചകൾ കാണാൻ പറ്റത്തുള്ളൂ. ഉറപ്പായും നമ്മൾ ഉള്ളിൽ കയറി പൈസ അടച്ച് കാണേണ്ട കാഴ്ചകൾ തന്നെയാണ്. ഉള്ളിലെല്ലാം നമ്മൾ കയറി അവിടെ ഒരു പാർക്ക് പോലെയോ അങ്ങനെയൊക്കെ നല്ല നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കത് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന നല്ലൊരു അന്തരീക്ഷം തന്നെയാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. വളരെ മനോഹരമായ കാഴ്ചയാണ്. നമുക്ക് കൊടുത്ത പൈസ എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ 100% വസൂലാക്കാൻ പറ്റുന്ന ഒരിതുണ്ട്. ഉള്ളിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് അകത്തേക്ക് കയറാം. അകത്തേക്ക് കയറുമ്പം ആദ്യം ഒരു ഫോട്ടോ സെക്ഷനുണ്ട്. അത് എല്ലാവരുടെയും തന്നെ ഫോട്ടോസ് എടുക്കുന്നതാണ്. പിന്നീട് രസമെന്ന് വെച്ചാൽ ആ ഫോട്ടോ പിന്നെ നമുക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ പൈസ കൊടുക്കണം. അതാണ് അതിൻ്റെ ഒരു കാര്യം. എല്ലാവരുടെയും ഫോട്ടോ എടുക്കും. പിന്നെ ആ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ അകത്തേക്ക് പിന്നീടുള്ളൊരു ദുബായ് മ്യൂസിയമാണ്. അത് ഓൾഡ് ദുബൈയെ പറ്റിയിട്ടുള്ള ആ ഒരു വിവരണം കൊടുത്തിട്ടുള്ള, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓൾഡ് ദുബായിയുടെ ഒരു മാതൃക സൃഷ്ടിച്ചേക്കുന്ന തരത്തിലുള്ള ഒരു മ്യൂസിയമാണ് അതിൻ്റെ ഉള്ളിൽ ഉള്ളത്. അതും വളരെ വളരെ ഒരു ഇതാണ്. നമ്മുടെ അവിടുത്തെ കാഴ്ചകൾ വളരെ മനോഹരമായ കാഴ്ചകളാണ്. നമുക്ക് എന്തായിരുന്നു പഴയൊരു ദുബായ്, അല്ലെങ്കിൽ അത് അവിടുത്തെ ഒരു കാഴ്ചകൾ എന്നൊക്കെ നമുക്ക് ഏകദേശം കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ അതിനെപ്പറ്റിയുള്ള വിവരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഗൈഡിന് പ്രത്യേകം പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ വന്നിട്ട് കൂടുതലായിട്ട് ഇതിൻ്റെ വിവരണങ്ങളും കാര്യങ്ങളുമൊക്കെ നമുക്ക് തരും. നമ്മൾ ഗൈഡിനെ ഒന്നും എടുത്തില്ല, അല്ലാണ്ട് നോർമലായിട്ട് തന്നെ നമ്മൾ കയറി ഈ കാഴ്ചകളൊക്കെ കാണുകയായിരുന്നു. വളരെ ഒരു ഇതാണ്. പിന്നീട് അതിനുശേഷം നമ്മൾ ലിഫ്റ്റിൽ കയറിയിട്ട് മുകളിലേക്ക് പോവുകയാണ്. വളരെ മനോഹരമായ കാഴ്ചകളാണ്. ലിഫ്റ്റ് ഇറങ്ങി പിന്നീട് നമ്മളിത് പറയുന്ന നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജാണ്. ആ ഗ്ലാസ് ബ്രിഡ്ജിലൂടെ നമുക്ക് നടക്കാൻ സാധിക്കും. അപ്പം ഇത്രയും ഉയരത്തിൻ്റെ ഇതിൽ മണ്ടയിൽ കൂടെയാണ്, നമ്മുടെ ഗ്ലാസ്സിലൂടെയാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് താഴോട്ടൊക്കെ നോക്കുമ്പം എന്താ രസം, എന്താ ഭംഗി, വല്ലാത്തൊരു ഒരു അനുഭവം തന്നെ ആയിരുന്നു. വളരെ ബ്യൂട്ടിഫുൾ അനുഭവം ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നീട് നമ്മൾ ഇതിൻ്റെ മണ്ടയിൽ നിന്ന് ദുബായ് 360 ഡിഗ്രിയിൽ ഉള്ള കാഴ്ചകൾ നമുക്ക് കംപ്ലീറ്റ് ദുബായ് നമുക്ക് കാണാൻ പറ്റും. അതായത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഈവനിങ് ടൈമിലേ വരാവുള്ളൂ. രാവിലെ 9 to വൈകിട്ട് 9 മണി വരെയാണ് ഇവിടുത്തെ സമയക്രമീകരണം. രാത്രി 8:30 ആകുമ്പോഴത്തേന് ടിക്കറ്റിൻ്റെ പരിപാടികളെല്ലാം ക്ലോസ് ചെയ്യും. പക്ഷേ നമ്മൾ പകൽ സമയം വരാണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈവനിങ് ടൈമിൽ വരണം. അപ്പോൾ ഈ രാത്രിയിലെ ഈ ലൈറ്റ്, ഈ കാഴ്ചകളും മറ്റു കാര്യങ്ങളുമൊക്കെ നമുക്ക് അസാധ്യമായ ഒരു കാഴ്ചയാണ്. കംപ്ലീറ്റ് നമുക്ക് അത് കാണാൻ പറ്റും. അത് ലോകവിസ്മയം തന്നെയാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ലോകവിസ്മയം തന്നെയാണ്. ഇപ്പോഴും ദുബായ് വിസ്മയങ്ങൾ കൊണ്ട് ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. പിന്നീട് ആ കാഴ്ചകളെല്ലാം കണ്ട് അവിടുന്ന് പിന്നെ ലിഫ്റ്റിൽ താഴേക്ക് ഇറങ്ങുമ്പോൾ ഉള്ള കാഴ്ചകളാണ് ഇത്. അതും ഇതേ കണക്ക് തന്നെയാണ്. രണ്ടും 2 ഡയറക്ഷനിലുള്ള കാഴ്ചകൾ നമുക്ക് ലിഫ്റ്റിൽ വരുമ്പം കാണാൻ പറ്റും. ലിഫ്റ്റ് ഇറങ്ങി പിന്നെ പിന്നെ താഴോട്ട് വരുമ്പോൾ നമുക്ക് മറ്റ് അല്ലാത്ത സജ്ജീകരണങ്ങളും കാര്യങ്ങളും ഫോട്ടോ എടുക്കാനും അങ്ങനെയൊക്കെയുള്ള സെക്ഷൻസ് അടുത്തത് പിന്നീട് നമ്മൾ ലിഫ്റ്റ് ഇറങ്ങി താഴോട്ട് വരുമ്പോഴത്തേനും അതും അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ വരുന്ന സമയത്താണ് നമ്മുടെ മുന്നേ എടുത്ത ഫോട്ടോസ് നമുക്ക് അവർ കാട്ടിത്തരാൻ. എന്നിട്ട് അതിൻ്റെ ചാർജുണ്ട്. ചാർജ് എന്ന് പറഞ്ഞാൽ 50 AED to 150 AED ആണ്. ആവശ്യമുണ്ടെങ്കിൽ അത് നമുക്ക് വാങ്ങാം. അപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ നമുക്കൊരു QR കോഡ് തരും. ആ QR കോഡ് വെച്ചിട്ട് സ്കാൻ ചെയ്യുമ്പോഴും ആ ഫോട്ടോസ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഒരു പ്ലാനറ്റ് പോലുള്ള ഒരു സംഭവമുണ്ട്. അതും നല്ല കാഴ്ചകളാണ്. അത് തിരിച്ചിറങ്ങി വരുമ്പോഴാണ് ആ കാഴ്ചകളുള്ളത്. പിന്നെ അതിനുശേഷം ഇതെല്ലാം കണ്ട് പുറത്തിറങ്ങിയപ്പോഴത്തേന് ഈ നേരം സന്ധ്യയായി. രാത്രി കാഴ്ചകളാണ് പിന്നീടുള്ളത്. നമ്മളങ്ങോട്ട് കയറിയപ്പം ഒരു പകൽ ഈവനിങ് സമയമായിരുന്നു, ഇരുട്ടിയിട്ടില്ലായിരുന്നു. പിന്നീട് തിരിച്ചിറങ്ങിയ സമയത്ത് കംപ്ലീറ്റ് രാത്രി ആയതുകൊണ്ട് വളരെ മനോഹരമായ ലൈറ്റിംഗ് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു ഈവനിങ്ങിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പകലത്തെ വൈകുന്നേരത്തെ കാഴ്ചയും കാണാം, രാത്രിയിലത്തെ കാഴ്ചയും. ഓക്കെ, താങ്ക് യു.